നമസ്കാരം. പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള ബന്ധം ഇന്ന് വലിയ പ്രതിസന്ധിയിലാണ്. ചരിത്രപരമായും സാംസ്കാരികവുമായും ബന്ധങ്ങൾ ഉണ്ടായിട്ടും ഈ രണ്ട് അയൽ രാജ്യങ്ങൾക്കിടയിലെ ബന്ധം ഇന്ന് അവിശ്വാസം, അതിർത്തി തർക്കങ്ങൾ, പരസ്പര സുരക്ഷാ ഭീഷണികൾ എന്നിവയാൽ ഏറ്റവും മോശപ്പെട്ട അവസ്ഥയിലാണ്. പാകിസ്ഥാൻ സൈനിക മേധാവി അസീം മുനീറിനെതിരെ താലിബാൻ ഭീഷണി മുഴക്കിയിരിക്കുകയാണ്. തങ്ങളോട് ഏറ്റുമുട്ടാൻ നേരിട്ട് വരുമെന്നും കൊല്ലപ്പെടാനായി സൈനികരെ തങ്ങളുടെ പക്കലേക്ക് അയക്കുന്നത് ഒഴിവാക്കണമെന്നും തെഹ്രീക്കെ താലിബാൻ പാകിസ്ഥാൻ അഥവാ TTP വീഡിയോ സന്ദേശത്തിൽ പറയുന്നുണ്ട്. ഉന്നത ഉദ്യോഗസ്ഥർ സ്വയം യുദ്ധകളത്തിലേക്ക് ഇറങ്ങി വരുമെന്നും ഭീഷണി വീഡിയോയിലുണ്ട്. ഖൈബർ പത്തൂൺഖ്വയിലെ ഖുറാമിൽ നടന്ന ആക്രമണ ദൃശ്യങ്ങളും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അന്ന് 22 സൈനികർ കൊല്ലപ്പെട്ടതായി TTP അവകാശവാദം ഉന്നയിച്ചിരുന്നു. എന്നാൽ പാക് രേഖകളിൽ 11 സൈനികർ കൊല്ലപ്പെട്ടതായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കമാൻഡർ കാസിം എന്ന് പാക് ഉദ്യോഗസ്ഥർ വിളിക്കുന്ന TTP നേതാവ് അതിരൂക്ഷ ഭാഷയിലാണ് അസീം മുനീറിനെ വെല്ലുവിളിക്കുന്നത്. നിങ്ങൾ ആണാണെങ്കിൽ നേരിട്ട് വരൂ, അമ്മയുടെ മുലപ്പാൽ കുടിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളോട് പോരാടൂ എന്നിങ്ങനെയാണ് ഇയാളുടെ വെല്ലുവിളികൾ. കാസിമിനെ പിടികൂടുകയോ വിവരങ്ങൾ നൽകുകയോ ചെയ്യുന്നവർക്ക് 10 കോടി രൂപ പാകിസ്ഥാൻ നേരത്തെ പാരിതോഷികം പ്രഖ്യാപിച്ചിരുന്നു. സൈനിക മേധാവി ജനറൽ അസീം മുനീറിന്റെ കീഴിൽ പാകിസ്ഥാൻ സ്വീകരിച്ച കടുപ്പമേറിയ നിലപാടുകളാണ് നിലവിലെ അഫ്ഗാൻ പാകിസ്ഥാൻ പ്രതിസന്ധിക്ക് ആക്കം കൂട്ടിയത്. അസീം മുനീറിനെതിരെ ഭീഷണി ഉണ്ടാകാനുള്ള പ്രധാന കാരണം TTPയെ നിയന്ത്രിക്കണമെന്നാവശ്യപ്പെട്ട് പാകിസ്ഥാൻ നടത്തിയ ഏകപക്ഷീയമായ സൈനിക ആക്രമണങ്ങളാണ്. പാകിസ്ഥാനിൽ നിരവധി മാരകമായ ആക്രമണങ്ങൾക്ക് കാരണമായ TTP പോലുള്ള ഗ്രൂപ്പുകൾക്ക് അഫ്ഗാൻ മണ്ണിൽ അഭയം ലഭിക്കുന്നുണ്ടെന്ന് പാകിസ്ഥാൻ ശക്തമായി ആരോപിക്കുന്നു. ഈ ഭീഷണിയെ നേരിടാനായി പാകിസ്ഥാൻ നടത്തിയ ഏകപക്ഷീയമായ സൈനികാക്രമണങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ അഫ്ഗാന്റെ പരമാധികാരത്തിലുള്ള ഗുരുതരമായ ലംഘനമായി കണക്കാക്കപ്പെടുന്നു. ഇത്തരം പ്രതികാര നടപടികൾ അഫ്ഗാൻ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്ന് കടുത്ത പ്രതിഷേധത്തിനും അതിർത്തിയിലെ സൈനിക സംഘർഷങ്ങൾ വർദ്ധിക്കുന്നതിനും കാരണമായി. ഡ്യൂറാൻഡ് രേഖയുമായി ബന്ധപ്പെട്ടുള്ള തർക്കമാണ് ഈ ബന്ധത്തിലെ മറ്റൊരു പ്രധാന പ്രശ്നം. ഈ അതിർത്തിയെ ഒരു നിയമപരമായ അന്താരാഷ്ട്ര അതിർത്തിയായി അഫ്ഗാൻ ഒരിക്കലും അംഗീകരിച്ചിട്ടില്ല. കൂടാതെ രാജ്യത്ത് താമസിക്കുന്ന ലക്ഷക്കണക്കിന് രേഖകളില്ലാത്ത അഫ്ഗാൻ അഭയാർത്ഥികളെ പാകിസ്ഥാൻ നിർബന്ധിതമായി പുറത്താക്കിയ നടപടി മാനുഷികവും രാഷ്ട്രീയപരമായ കടുത്ത വിമർശനങ്ങൾക്ക് വഴിവെച്ചിരുന്നു. ഈ നടപടി സുരക്ഷാ ആശങ്കകളെ മറയാക്കി പാകിസ്ഥാൻ അഫ്ഗാൻ ഭരണകൂടത്തിന്മേൽ സമ്മർദ്ദം ചെലുത്തുന്നതിന്റെ സൂചനയായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള ബന്ധം ഇന്ന് വിശ്വാസ തകർച്ചയുടെയും പ്രതികാര നടപടികളുടെയും അപകടകരമായ ഒരു വലയത്തിൽ അകപ്പെട്ടിരിക്കുകയാണ്. സൈനിക നടപടികൾക്ക് മുൻതൂക്കം നൽകുന്ന മുനീർ ഭരണകൂടത്തിന്റെ തീരുമാനം നയതന്ത്ര പരിഹാരത്തിനുള്ള എല്ലാ സാധ്യതകളും തകർത്തു. ഡ്യൂറാൻഡ് രേഖയെ ചൊല്ലിയുള്ള തർക്കവും സൈനിക നേതൃത്വത്തിനെതിരായി നേരിട്ടുള്ള വെല്ലുവിളികളും പാകിസ്ഥാന്റെ സുരക്ഷാ ആശങ്കകളുടെ ആക്കം വർദ്ധിപ്പിക്കുന്നതാണ്. TTP നേതാവ് അസീം മുനീറിനെതിരെ നേരിട്ട് ഭീഷണി മുഴക്കിയതും അതിനു പിന്നിലുള്ള ഏകപക്ഷീയമായ സൈനിക ആക്രമണങ്ങളും പാകിസ്ഥാന്റെ അഫ്ഗാൻ നയതന്ത്രം തന്ത്രപരമായി പരാജയപ്പെട്ടതിന്റെ ഏറ്റവും പുതിയ തെളിവായിട്ട് നമുക്ക് കണക്കാക്കാവുന്നതാണ്. സ്വന്തം മണ്ണിലെ തീവ്രവാദ ഭീഷണികളെ ഫലപ്രദമായി നേരിടാൻ സാധിക്കാതെ വരുമ്പോൾ അഭയാർത്ഥികളെ പുറത്താക്കുകയും അതിർത്തി കടന്ന് ആക്രമണം നടത്തുകയും ചെയ്യുന്നത് സംഘർഷം ആളിക്കത്തിക്കാനേ ഉപകരിക്കൂ. പാകിസ്ഥാൻ വരുത്തിവെച്ച വിനയാണിതെന്ന് പറയാനേ നിവൃത്തിയുള്ളൂ. ആരുണ്ട് പാകിസ്ഥാനെ സഹായിക്കാൻ? അയൽ രാജ്യങ്ങളുമായി എല്ലാം പാകിസ്ഥാൻ വൻ പ്രശ്നത്തിലാണ്. ഇന്ത്യയുമായുള്ള നയതന്ത്ര ബന്ധം വഷളായി. തൊട്ടടുത്തുള്ള അഫ്ഗാനിസ്ഥാനുമായും സംഘർഷങ്ങളും തർക്കങ്ങളും പതിവാണ്. പിന്നെയുള്ളത് ചൈനയാണ്. ചൈന തൽക്കാലം നേരിട്ട് പാകിസ്ഥാനെ സഹായിക്കാൻ വഴിയില്ല. അതിനുള്ള പ്രധാന കാരണം ചൈന ഇന്ത്യയുമായി ഇപ്പോൾ നല്ല നയതന്ത്ര ബന്ധമാണ് ആഗ്രഹിക്കുന്നത്. എന്തായാലും പാകിസ്ഥാന്റെ പോക്ക് ഒരു വല്ലാത്ത പോക്ക് തന്നെയാണ്. ന്യൂസ് ഡെസ്ക് ഈനാട് മലയാളം.